യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായം 9 വാക്യം. പുതിയ ജനത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, 9 വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭമാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. തിരുവചനം ഈശോ തരുന്നത് 13 വാക്യം, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും, സമാധാനത്തിൻ്റെ നഗരത്തിൽ നീ സമാധാനം അനുഭവിക്കും. ഈ വചനം ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ പാടി പ്രാർത്ഥിച്ചതുപോലെ അറിയാവുന്നൊരു പാട്ടാണല്ലേ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. ആ ഒരു പാട്ടിനോട് ചേർത്താണ് ഈശോ ഒരു വചനം തന്നത്. യേശയ്യാ 66:9, ഇത്രത്തോളം എത്തിച്ചിട്ട് ബാക്കി ഞാൻ ചെയ്തു തരാതിരിക്കുമോ? ഇത്രത്തോളം എത്തിച്ചിട്ട് ബാക്കി ഞാൻ ചെയ്തു തരാതിരിക്കുമോ? വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട വലിയൊരു ബോധ്യമാണ്, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സഹനങ്ങളോ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വാതിലുകൾ അടഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഒരു പ്രത്യാശയുടെ ഒരു നൗക ഏറി, ഒരു തോണി കയറി എൻ്റെ കർത്താവ് ഇവിടം വരെ എത്തിച്ചെങ്കിൽ ഇതിനപ്പുറത്തേക്ക് തുഴഞ്ഞു കയറാനും കർത്താവ് വഴി തുറക്കും. വിശ്വസിക്കുന്നുണ്ടോ? ഇവിടം വരെ എത്തിച്ചിട്ട് ഇവിടെ വെച്ച് കർത്താവ് അടച്ചു കളയില്ല. നമ്മൾ ഇനിയും ശക്തമായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളെല്ലാം വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രത്യാശ, നിരാശപ്പെടുത്താത്ത വലിയൊരു ശക്തി, കർത്താവിലുള്ള ആ ആശ്രയത്വ ബോധം വളർന്ന് നമുക്ക് മുമ്പോട്ട് പോകണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. 91 സങ്കീർത്തനം കാണാതെ അറിയാമോ? 90 സങ്കീർത്തനം എടുത്ത് 90 സങ്കീർത്തനം 91 നിങ്ങൾക്ക് കാണാപ്പാട് അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് കാണാപ്പാട് അറിയാം. 90 സങ്കീർത്തനം എടുത്ത് നല്ലൊരു പ്രാർത്ഥന ഇതിനകത്തുണ്ട്. നമ്മുടെ പ്രയത്നങ്ങളെ, അധ്വാനങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള നല്ലൊരു വചനമാണ്. ഒപ്പം തന്നെ വലിയൊരു ബോധ്യം കിട്ടുന്നൊരു വചനം. സങ്കീർത്തനം 90 അതിൻ്റെ 15, Psalm 90 verse 15. കിട്ടിയോ? ഒരുമിച്ച് ഉറക്കെ വായിക്കാം. അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതമനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. സങ്കീർത്തനം 90, 15 ഉറക്കെ ഒരുമിച്ച് വായിക്കാം. അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതമനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. വെറൈറ്റി പ്രാർത്ഥനകളാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലോട്ടൊക്കെ ഇങ്ങനെ ഒരു ധ്യാനമൊക്കെ കൂടി ഒരു ബോധ്യത്തിലൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലോട്ടൊരു ബോധ്യം നിറഞ്ഞിട്ടുണ്ട്. ഈശോ അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. നമുക്കൊരു വിശ്വാസമാണ്, നമുക്കൊരു ഉറപ്പാണ്. ആ വിശ്വാസത്തെ നിന്നോണ്ടാണ് നമ്മളിങ്ങനെ പറയുക, അനുവദിച്ചത് കർത്താവാണെങ്കിൽ ഇതിനെ അതിജീവിക്കാനും കർത്താവ് ശക്തി തരും. അപ്പം അതിന് നമ്മൾ കഷ്ടപ്പാടുകൾ, ഞെരുക്കങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ വിളിക്കും. സങ്കീർത്തനം ഇങ്ങനെ പ്രാർത്ഥിക്കണം. മോശയുടെ ബ്യൂട്ടിഫുള്ളായ സങ്കീർത്തനമാണ് അത്. മോശ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്തായാലും കഷ്ടപ്പാടുകൾ ഉണ്ടായി, എന്തായാലും ദുരിതങ്ങളുണ്ടായി, ഇത് ആരനുവദിച്ചാണ്? അങ്ങ് അനുവദിച്ചാണ്. ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു ലാംഗ്വേജിൽ ഇങ്ങനെ പറയാണ്, അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും. കർത്താവ് ഇങ്ങനെ കെട്ടിയിട്ട് അടിക്കുമായിരുന്നോ? അല്ല. രോഗമാവട്ടെ, ദുരിതമാവട്ടെ, സങ്കടങ്ങളാവട്ടെ, തിരസ്കാരങ്ങളാവട്ടെ, എന്തു വന്നെങ്കിലും ആ പീഡനം ആരനുവദിച്ചാണെന്നാണ് നമ്മൾ പറയുക. കർത്താവ് അനുവദിച്ചു, ഇതിനെ അതിജീവിക്കാൻ ശക്തി തരും. പ്രാർത്ഥന ഇങ്ങനെയാണ്, എന്നെ എത്ര കാലം പീഡിപ്പിച്ചോ, എനിക്ക് എത്ര കാലം ദുരിതം തന്നോ, അത്രയും കാലം സന്തോഷിക്കാൻ ഇടയാക്കണമേ. പറഞ്ഞേ ഹല്ലേലൂയാ. ചില സമയത്തൊക്കെ ഇങ്ങനെ ആളുകൾ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, കർത്താവേ 5 വർഷമായിട്ട് കഷ്ടപ്പാടാണ്, 10 വർഷമായിട്ട് കഷ്ടപ്പാടാണ്. വെറുതെ ഒരു ആവേശത്തിനൊക്കെ പറയുന്നുണ്ട്, ജനിച്ച അന്ന് മുതൽ കഷ്ടപ്പാടാണ്. അതെന്നാ കഷ്ടപ്പാടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളൊരു ആവേശത്തിന് പറയുന്നതാണ്, ജനിച്ച അന്ന് മുതൽ കഷ്ടപ്പാടാണ്. എന്നാണ് നമുക്ക് കഷ്ടപ്പാടെന്നുള്ളതിൻ്റെ സ്പെല്ലിങ് പോലും നമുക്കറിയത്തില്ല. കഷ്ടപ്പാടിൻ്റെ ഈ ഡായാണോ എന്ന് പോലും നമുക്കറിയത്തില്ലാത്തൊരു പ്രായത്തിൽ എന്ത് കഷ്ടപ്പാടാണ്. തീർച്ചയായിട്ടും ഒരുപാട് ദുരിതങ്ങൾ ചെറുപ്പം പോലെ അനുഭവിച്ച മനുഷ്യരുണ്ട്. എന്നെ ഒന്നും കുഞ്ഞായിട്ട് കാണുകയല്ല, പക്ഷേ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ സങ്കടം അനുഭവിച്ചെങ്കിൽ, കഴിഞ്ഞ 10 ദിവസമായിട്ട് നിങ്ങൾ സങ്കടം അനുഭവിക്കുകയാണെങ്കിൽ, സങ്കീർത്തനം 90 വചനം നമ്മളോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയാണ്, അങ്ങനെ എത്ര കാലം പീഡിപ്പിച്ചോ, എത്ര വർഷം എനിക്ക് ഈ സഹനം അനുവദിച്ചോ, അത്രയും വർഷം സന്തോഷിക്കാൻ എനിക്ക് ഇടയാക്കണമേ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടൊരു പരാതി പറയരുത്. പരാതിക്ക് പകരം ഇതൊരു പ്രാർത്ഥനയാക്കുക. ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പല സ്ഥലങ്ങളിൽ പോയി നൊവേനയൊക്കെ ചൊല്ലി, ജപമാലയൊക്കെ ചൊല്ലി, ഈശോയുടെ അടുത്ത് ആരാധനയ്ക്ക് ഇരുന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. കർത്താവേ 10 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കാട്ടോ, 10 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കാട്ടോ. അതൊരു പ്രാർത്ഥനയല്ല, അതൊരു പരാതിയാണ്. ശരിയാണോ? പരാതിയാണ്. പരാതി മാറ്റി ആ പരാതിക്ക് കാരണമായതിനെ പ്രാർത്ഥനയാക്കി മാറ്റുക. ഉറപ്പാണ് 10 കൊല്ലമായി സഹിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ പ്രാർത്ഥന മാറ്റുന്നു, കർത്താവെ 10 കൊല്ലമായി സഹിക്കാൻ തുടങ്ങിയിട്ടെന്നല്ല, 10 കൊല്ലം ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ അങ്ങ് ഇടയാക്കണമേ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ.
ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ വേണം പ്രാർത്ഥിക്കാൻ, ഇങ്ങനെയൊക്കെ വേണം പ്രാർത്ഥിക്കാൻ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ധ്യാന ശുശ്രൂഷയൊക്കെ ആരംഭിച്ചൊരു ഇച്ചിരി തിരക്ക് പിടിച്ചൊരു കാലത്ത്, തിരക്ക് തുടങ്ങിയൊരു കാലത്ത് ഒരു പയ്യൻ ഇങ്ങനെ വന്നിട്ട് പിന്നെ അവരുടെ ഫാമിലി വന്നിട്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. പ്രാർത്ഥനാ സഹായം ഒത്തിരി വർഷങ്ങളായിട്ട് അവരിങ്ങനെ വാടക വീട് മാറി മാറി ഇങ്ങനെ താമസിക്കുകയാണ്. അങ്ങനെ ബുദ്ധിമുട്ട് അവർക്കറിയാലോ വേദന. അവർക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ചില സ്ഥലങ്ങളൊക്കെ കുറച്ച് കാലത്തേക്ക് ഒന്ന് പിടിച്ച് നിൽക്കുമ്പോഴത്തേനും ഈ ഉടമസ്ഥൻ വാടക കൂട്ടുന്നു, ഇല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ ഇങ്ങനെ ഓടുകയാണ്. അപ്പനും അമ്മയും ഒരു കുഞ്ഞുമാവയും ഒരു മകനും ഉള്ള വീട്ടിൽ. അപ്പോൾ ഇവരിങ്ങനെ ഓടുകയാണ്. ഈ കൊച്ചിനെയും എടുത്തുകൊണ്ട് ഇങ്ങനെ സ്ഥലം മാറുന്നു, വീട് മാറുന്നു. ഒപ്പം തന്നെ ഇത് കൊച്ചിൻ്റെ വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കും അല്ലേ? സ്ഥലം മാറുമ്പോഴൊക്കെ ചിലപ്പോൾ സ്കൂളൊക്കെ ദൂരെയാണെങ്കിൽ അതെല്ലാം ബാധിക്കും. ഇങ്ങനെ ഇവർ കുറേ നാളുകളായിട്ട് പല സ്ഥലങ്ങളിൽ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പല രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ പരിശോധിക്കുന്നു, പരീക്ഷിക്കുന്നു. ഒരു വീട് പണിയാൻ പറ്റണില്ല. അപ്പോൾ ഇവർ ഈ ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് വന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് കോമൺ ആയിട്ട് നിയോഗങ്ങളൊക്കെ എഴുതി തന്നായി. ആ നിയോഗത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു, അവർക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പ്രാർത്ഥിച്ചോ, സങ്കീർത്തനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ, വചനമൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവരിവിടെ നന്ദി പറയാൻ വേണ്ടി, സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. എനിക്ക് തോന്നുന്നവർ ധ്യാനത്തിന് പങ്കെടുത്തു, ഒരു ഏകദിനത്തിന് വന്നിട്ടാണ് സാക്ഷ്യം പറഞ്ഞതെന്നാണ് എൻ്റെ ഓർക്കുന്നില്ല. എന്തായാലും അവർ രണ്ടാമത്തെ തവണ വന്നത് സന്തോഷത്തോടെയല്ല, ആനന്ദത്തോടെയാണ്. എന്താണ്? ഇപ്പോൾ വന്നത് വാടക വീട്ടിൽ നിന്നല്ല, ഇപ്പോൾ വന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തർ പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥന പറഞ്ഞു കൊടുത്താൽ എനിക്ക് വരെ കണ്ണു തള്ളിപ്പോയി. അത് വളരെ പെട്ടെന്ന് നടന്നു. ഞാൻ എൻ്റെ അല്പവിശ്വാസത്തിലും ഞാൻ ചോദിച്ചു, എങ്ങനെ പെട്ടെന്ന് എങ്ങനെ കിട്ടി, എന്നാ എല്ലാ സൗകര്യങ്ങളൊക്കെ ഓക്കെ ആയോ? അവിശ്വാസിയായ അച്ഛൻ്റെ മുമ്പിലേക്ക്, അന്തകാലത്ത് കേട്ടോ, അവിശ്വാസിയായ അച്ഛൻ്റെ മുമ്പിലേക്ക് ഈ അപ്പനും അമ്മയും ഈ കൊച്ചിനെ ഇങ്ങനെ നീക്കി നിർത്തിയിട്ട് പറഞ്ഞു, കൊച്ചു പ്രാർത്ഥിച്ചിട്ട് കിട്ടിയാന്ന് തോന്നുന്നു. അതെന്തൊരു ടെക്നിക്കായിരിക്കും. അപ്പോൾ ആ കൊച്ച് അവൻ പ്രാർത്ഥിച്ചൊരു പ്രത്യേക രീതിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ചില സമയത്ത് നിഷ്കളങ്കമായ പ്രാർത്ഥന മാത്രമേ കർത്താവ് കേൾക്കുള്ളൂ. സങ്കീർത്തനത്തിലാണോ പ്രഭാഷണങ്ങളാണോ എന്നറിയത്തില്ല. നിഷ്കളങ്കൻ്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറുന്നു, അത് അവിടെ എത്തുന്നത് വരെ ശാന്തമാവില്ലെന്ന്. നിഷ്കളങ്കൻ്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ച് കയറുന്നു, ആകാശം തുറന്ന് മുകളിലോട്ട് കയറുന്നു എന്ന്. ഇപ്പോൾ ഈ കൊച്ച് നിഷ്കളങ്കമായിട്ട്, അപ്പൻ്റെ അമ്മയുടെയും കൊച്ചിൻ്റെ ആഗ്രഹം ഇതാണ്, സ്വന്തമായിട്ടൊരു വീട് വേണം. ഈ അപ്പനും അമ്മയും കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുന്നത് കിട്ടുന്നില്ല. കൊച്ച് നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിച്ചെന്നറിയോ? അവൻ എവിടുന്നോ ഒരു കുഞ്ഞ് ഈശോയുടെ ഫോട്ടോ കിട്ടിയാന്ന്, ആരോ സമ്മാനം കൊടുത്താണ്. എനിക്ക് തോന്നുന്നത് അവൻ പറഞ്ഞതനുസരിച്ച്, എൻ്റെ ഓർമ്മ എനിക്ക് കിട്ടുന്നില്ല. ഏതോ ഒരു വൈദികൻ്റെ തിരുപ്പട്ടത്തിൻ്റെ സമയത്ത് കാർഡൊക്കെ അടിക്കില്ലേ, കാർഡടിക്കുമ്പോൾ കിട്ടിയ ഒരു ഫോട്ടോയാണ്, നല്ലൊരു ഈശോയുടെ ഒരു ചിത്രം. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവനത് കൊണ്ടു നടക്കും എല്ലായിടത്തും. അപ്പോൾ അവൻ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യണം. എന്നാ പ്രാർത്ഥനയാടാന്ന് അല്ലേ? ഇങ്ങനെയൊക്കെയാണോ ഞങ്ങളെപ്പോലെ പ്രാർത്ഥിക്കുന്നതൊക്കെ പറയാൻ തോന്നും. പ്രാർത്ഥിച്ചിങ്ങനെ, ഈശോ എനിക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്യണം, ഈ ഫോട്ടോ ഫ്രെയിം ചെയ്ത് എനിക്കൊരു രൂപക്കൂട്ടി വെക്കണം, ആ രൂപക്കൂട് വെക്കാൻ വേണ്ടി എനിക്കൊരു വീട് വേണം. ഇത് തന്നെയാണ് അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നിഷ്കളങ്കൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറി. ഞാൻ പ്രാർത്ഥന പറഞ്ഞു കൊടുത്ത വൈദികരിൽ ഒരാളായ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു വീട് എത്ര പെട്ടെന്ന് അവർക്ക് കിട്ടുന്നത്? നിഷ്കളങ്കമായ പ്രാർത്ഥന, അതിലപ്പുറത്തേക്ക് ഒരു അത്ഭുതം ഞാൻ കണ്ടില്ല. ഈ കൊച്ചിങ്ങനെ പ്രാർത്ഥിച്ചു, ഫോട്ടോ ഫ്രെയിം ചെയ്യണം, ഫ്രെയിം ചെയ്ത ഫോട്ടോ രൂപക്കുട്ടി വെക്കണം, രൂപക്കൂട് വെക്കാൻ ഒരു വീട് വേണം. സിമ്പിൾ. കർത്താവ് പെട്ടെന്ന് ആ പ്രാർത്ഥന കേട്ടു. വളരെ നിഷ്കളങ്കമായ പ്രാർത്ഥന. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തർ പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊരു നിഷ്കളങ്കമായ പ്രാർത്ഥന നമ്മളിപ്പോൾ പറഞ്ഞത്. സങ്കീർത്തനം 90:15. കർത്താവിനോട് ഈ പരാതി മുഴുവൻ പറയല്ല, എന്തിനാണ് അത് തന്നു, ഇത് തന്നു, എന്തിനെന്നെ ഇടിച്ചു, എന്തിനെന്നെ ചതിച്ചു, ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ എന്തിനാ കർത്താവ് എന്നെ അങ്ങോട്ട് വിട്ടതെന്നൊക്കെ ഒരു പരാതിയില്ല. എന്തായാലും നീ എന്നെ അങ്ങോട്ട് വിട്ടു, എന്തായാലും നീ അയാൾക്ക് കൈ കൊടുക്കാൻ പറഞ്ഞു, എന്തായാലും ഈ വീട്ടിലേക്ക് കയറ്റി വിട്ടു, എന്തായാലും ഈ ജോലി തന്നെ തന്നു, എന്തായാലും ഈ കുരിശെൻ്റെ തലയിലോട്ട് വെച്ച് തന്നു. എത്ര കാലം ഞാൻ സഹിച്ചോ അത്രയും കാലം സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ എനിക്ക് ഇടവരുത്തണമേ. വലതുവഴി പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി വർഷങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യ്. കർത്താവ് മുമ്പിലോട്ട് ഒരുക്കി വെക്കുകയാണ്. ഇത്ര വർഷത്തെ ജനിച്ചപ്പം മുതൽ കഷ്ടപ്പാടുള്ളവർ ഇനി പ്രാർത്ഥിക്കരുത്, നിങ്ങൾ മരിക്കില്ല. നല്ല പ്രായമുള്ളവരൊക്കെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. വലിയൊരു പ്രാർത്ഥനയാണ്, വളരെ നിഷ്കളങ്കതയോടുകൂടി ഏതൊരു കഷ്ടപ്പാടിലും വേദനയിലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന സുന്ദരമായൊരു പ്രാർത്ഥനയാണത്. ഇത്ര കഷ്ടപ്പാട് വരട്ടെ, ഞാൻ അങ്ങിൽ ആശ്രയിച്ച് നിൽക്കുന്നു, അങ്ങനെക്ക് ആനന്ദത്തിൻ്റെ ദിവസങ്ങൾ തുറന്നു തരും. ഞാൻ എത്ര കാലം കഷ്ടപ്പെട്ടു അത്രയും കാലം ആനന്ദിക്കാൻ ഈശോ ഇടവരുത്തും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മൾ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് അറിയാം ജപമാലയിലെ 4 രഹസ്യങ്ങൾ അല്ലേ? ഒരു ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഒരു ജപമാല ഫുള്ള് ഒരു ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ ജപമാല ചെല്ലുമ്പോൾ ഒന്ന് ഓർക്കണം, അതായത് 4 രഹസ്യങ്ങളാണുള്ളത് അല്ലേ? സന്തോഷം, പ്രകാശം, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, മഹിമയുടെ രഹസ്യങ്ങൾ.
ഇത് 4 നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 3 ഉണ്ട്, ഉറപ്പാണ്. സന്തോഷത്തിൻ്റെ ദിവസങ്ങളുണ്ടോ? തലയാട്ട്. ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ട് സന്തോഷത്തിൻ്റെ ദിവസങ്ങളുണ്ട്. പ്രകാശത്തിൻ്റെ ദിവസം, നല്ല നല്ല തെളിഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളുണ്ട്. എന്നുവെച്ചാൽ സന്തോഷത്തിൽ നിന്ന് ഒരു അടുത്ത ലെവൽ നമുക്ക് ആനന്ദമെന്ന് വിചാരിക്കാം. ആ ആനന്ദത്തിൻ്റെ പ്രകാശത്തിൻ്റെ പബ്ലിക്കായിട്ട് സൂപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരെല്ലാം ചുറ്റും കൂടി നിൽക്കുന്ന പ്രകാശത്തിൻ്റെ ദിവസങ്ങൾ നമുക്കുണ്ടാകാം. അതുപോലെ തന്നെ ഒരു റിയാലിറ്റിയാണ് ഒറ്റുകൊടുക്കപ്പെടുന്നതും ഒറ്റയ്ക്കായി പോകുന്നതുമായ, മരിച്ചു പോകുന്ന ചില സമയങ്ങൾ, ജീവൻ ചോര വിട്ടുപോകുന്ന ചില സമയങ്ങൾ, ദുഃഖത്തിൻ്റെ ദിവസങ്ങളും നമുക്ക് ഉണ്ടാകാം. ഈ 3 നമുക്കുണ്ട്. ഈ 3 ഉണ്ടെങ്കിൽ ജപമാല കംപ്ലീറ്റ് ആകുന്നത് മഹിമയുടെ രഹസ്യങ്ങളാണ്. ജീവിതമായിട്ട് സന്തോഷവും ആനന്ദവും പ്രകാശവും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ടാകും? മഹിമയുടെ ദിവസങ്ങളും ഉണ്ടാകും. റോമ 10:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറയും, അവനിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരുവനും നിരാശപ്പെടേണ്ടി വരികയില്ലെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സോ സന്തോഷത്തിൻ്റെ സമയത്തും പ്രകാശത്തിൻ്റെ സമയത്തും ദുഃഖത്തിൻ്റെ സമയത്തും നമ്മൾ ഒരാളുടെ കൂടെ നിൽക്കുന്നു. ആരുടെ കൂടെ? ഈശോയുടെ കൂടെ. അങ്ങനെയെങ്കിൽ മഹിമയിലേക്കും കർത്താവ് ഉയർത്തിക്കൊള്ളും. വലത് ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ജപമാല ചെല്ലുമ്പോൾ എപ്പോഴും ഓർക്കണം, കയ്യിലൊരു ജപമാല ഉണ്ടല്ലോ അല്ലേ, എല്ലാവരുടെയും കയ്യിൽ. ഇതിങ്ങനെ എവിടുന്നാണ് ഇത് ആരംഭിക്കുന്നത്? എനിക്ക് കൊന്തയെല്ലാം പഠിപ്പിക്കാം. ജപമാല എവിടുന്ന് ആരംഭിക്കുന്നത്? സ്വർഗസ്ഥനായ പിതാവേ ആണോ? അളവില്ലാത്ത സകല നന്മ സ്വരൂപൻ. അത് ആ പ്രാർത്ഥനയുടെ ഘടനയാണ്. ആ പ്രാർത്ഥനയുടെ ഘടനയല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ജപമാല ആരംഭിക്കുന്നത്. ചുമ്മാ നോക്കിയാൽ മതി. ഈ ജപമാല ആരംഭിക്കുന്നത് കുരിശിലാണ്, ക്രൂശിതനിലാണ് ആരംഭിക്കുന്നത്. ഇത് അവസാനിക്കുന്നതും ക്രൂശിതനല്ല അല്ലേ? ഈശോയിൽ ആരംഭിച്ച് ഈശോയിൽ അവസാനിക്കുന്നു. ജപമാല ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടും കൂടിയാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. നമ്മുടെ സന്തോഷവും ദുഃഖവും പ്രകാശവും മഹിമയും എല്ലാം സംഭവിക്കുന്ന എവിടെ വെച്ചാണ്? ഈശോയിൽ ആരംഭിച്ച് ഈശോയിൽ അവസാനിക്കുന്ന ജീവിതം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശരിക്കും ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതെല്ലാം കൊടുത്തേക്കണം. ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണെങ്കിൽ നാളെ ഒരു ദുഃഖം എക്സ്പെക്റ്റ് ചെയ്യുക, ഭയപ്പെട്ടിരിക്കാനല്ല. ഇപ്പോൾ ഒരു ദുഃഖത്തിലാണെങ്കിൽ ആ ദുഃഖത്തിൽ അടിഞ്ഞ് താഴോട്ട് പോവുകയല്ല. ഇഫ് ദർ ഈസ് ദിസ് ഡാർക്ക്നെസ് ദർ വിൽ ബി ലൈറ്റ്. ഒരു മഹിമയുടെ ദിവസം എൻ്റെ മുമ്പിൽ ഉദിക്കുക തന്നെ ചെയ്യും. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പോൾ ഏതൊരു നിമിഷവും ഏതൊരു സമയവും ഈശോയുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി തീരുമാനിക്കുക. സങ്കീർത്തനം 73 എടുക്കാമോ? ദുഷ്ടൻ്റെ ഐശ്വര്യം അല്ലേ? ആസാഫിൻ്റെ സുന്ദരമായൊരു സങ്കീർത്തനമാണ്. ആസാഫ് ഇങ്ങനെ പറയാണ്, കർത്താവേ ഞാൻ നന്നായിട്ടൊക്കെ ജീവിച്ചു, ഞാൻ പാപമൊന്നും ചെയ്യാണ്ട് ജീവിച്ചു, ഞാൻ കൽപ്പനകളൊക്കെ അനുസരിച്ചു, കൈ കഴുകി നിർമ്മലനായി ജീവിച്ചു. പക്ഷേ എനിക്കിട്ട് അടിയുടെ അടി. അപ്പുറത്ത് നിൽക്കുന്നവൻ, പള്ളിയിൽ കയറാത്തവൻ, കൊന്തയില്ലാത്തവൻ, ബൈബിൾ വായിക്കാത്തവൻ, അവനൊരു കുഴപ്പമില്ല. ഇത് ആസാഫ് എഴുതിയ സങ്കീർത്തനമല്ല, നമ്മൾ എഴുതിയ സങ്കീർത്തനമാണ്. നമുക്കിത് തോന്നിയിട്ടുണ്ട് പല സമയത്ത്. പ്രാർത്ഥിക്കാൻ പോയാൽ, പള്ളിയിൽ പോയാൽ നമുക്ക് ഒത്തിരി ദുരന്തം, അപ്പുറത്തൊന്നുമില്ല. അങ്ങനെ വലിയ സങ്കടത്തിൽ നിന്നുകൊണ്ട് പക്ഷേ വലിയൊരു വിശ്വാസം ആസാഫ് പ്രഖ്യാപിക്കുകയാണ്. ശ്രദ്ധിച്ച് വായിക്കണം. ഉറക്കെ വായിച്ചേ. 73-ന്റെ 23-24 ഉറക്കെ വായിക്കാം. എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയുടെ കൂടെയാണ്, അവിടുന്ന് എൻ്റെ വലത്ത് കൈ ഗ്രഹിച്ചിരിക്കുന്നു, ഉപദേശം തന്ന് അങ്ങനെ നയിക്കുന്നു, പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് നയിക്കും. ആസാഫ് ഈ സങ്കടമൊക്കെ പറയാണ്, കർത്താവേ അവന് കുഴപ്പമില്ല, ഇവന് കുഴപ്പമില്ല, പ്രാർത്ഥിച്ച് നടക്കുന്ന എനിക്ക് മാത്രമേ സങ്കടമുള്ളൂ. വേദനയൊക്കെ ഉണ്ട്, സങ്കടമൊക്കെ ഉണ്ട്, വലിയ വിഷമമൊന്നുമില്ല. എന്നാലും കർത്താവേ, ഇവിടെ എന്നാ സംഭവിച്ചാലും, ദുഷ്ടം പന പോലെ വളർന്നാലും, തിന്മ ചെയ്യുന്നവൻ ആർഭാടത്തിൽ ജീവിച്ചാലും, പ്രാർത്ഥിക്കുന്ന എനിക്ക് ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നേ വന്നാലും, ആസാഫ് ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ നിരന്തരം അങ്ങയുടെ കൂടെയാണ്. അതൊരു തീരുമാനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ഈ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബൈബിളിൻ്റെ ഒരു കേന്ദ്ര അടിസ്ഥാന വാഗ്ദാനമായിട്ട് കർത്താവ് നമ്മോട് കൂടെ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആസാഫ് പറയുന്നത്, ഞാൻ കർത്താവിൻ്റെ കൂടെ. കിട്ടുന്നുണ്ടോ? പരിശുദ്ധ അമ്മയോട് ദൂതൻ പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെ. ആസാഫ് കർത്താവിനോട് പറയാണ്, ഞാൻ അങ്ങയുടെ കൂടെ, ഞാൻ നിരന്തരം അങ്ങയുടെ കൂടെ. സന്തോഷം വരട്ടെ, പ്രകാശം വരട്ടെ, ദുഃഖം വരട്ടെ, എന്തു വന്നാലും ഞാൻ ആരുടെ കൂടെയാണ്? ഈശോയുടെ കൂടെയാണ്. ആ ബോധ്യം കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്ന അനുഗ്രഹം, അവിടുന്ന് എൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, ഉപദേശം തന്നെ എന്നെ നയിക്കുന്നു, പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് നയിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. 25-ാമത്തെ വാക്യം കൂടെ ഉറക്കെ വായിച്ചേ. 28 വായിച്ചോ. 73-28 വായിച്ചേ. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ.